നമസ്കാരം. സാംസ്കാരിക നായകർ എന്നൊരു വിഭാഗം എന്നും ഇടതുപക്ഷത്തിനൊപ്പമാണ് പൊതുവെ നിൽക്കാറ്. ഉത്തരേന്ത്യയിലെ സംഭവങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടുന്ന ഇക്കൂട്ടർ പൊതുവെ നമ്മുടെ നാട്ടിൽ എന്ത് സംഭവിക്കുന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടാറില്ല. തങ്ങൾക്ക് ലഭിക്കുന്ന സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ കിട്ടാവുന്ന അവാർഡിനുമൊക്കെ വേണ്ടി പലപ്പോഴും സെലക്റ്റീവായിട്ട് പ്രതികരിക്കുന്നത് നമ്മൾ കാണാറുള്ളതാണ്. സാഹിത്യം, സിനിമ, നാടകം, സംഗീതം, സാമൂഹ്യം, ചിത്രകല, സാമ്പത്തിക, രാഷ്ട്രീയ വിശകലനം തുടങ്ങി പല മേഖലകളിലെ ആളുകൾ ചേർന്നാണ് സാംസ്കാരിക നായകർ എന്ന് അറിയപ്പെടുന്നത്. പൊതുസമൂഹം ഏറെ ബഹുമാനിക്കുന്നവർ കൂടിയാണ് സാംസ്കാരിക നായർ എന്ന കാര്യത്തിലും തർക്കമില്ല. എന്നാൽ ചില വിഷയങ്ങളിൽ മാത്രമായി അവരുടെ പ്രതികരണം ഒതുങ്ങിപ്പോകുമ്പോഴാണ് അവരും വിമർശനത്തിന് വിധേയരാകുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ നാട്ടിലെ സാംസ്കാരിക നായകരിൽ പലരും PR ഏജൻസികളെ തോൽപ്പിക്കുന്ന വിധത്തിലായിരുന്നു ഇടതുപക്ഷത്തോടുള്ള അവരുടെ വിധേയത്വം പ്രകടമാക്കിയത്. എന്നാൽ ഇപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ സാംസ്കാരിക നായകരിൽ ചിലരെങ്കിലും ഇനിയും LDF സർക്കാർ അധികാരത്തിൽ വരരുതെന്ന് തുറന്നു പറയുകയാണ്. K. സച്ചിദാനന്ദനും സാറാ ജോസഫുമാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത്. കേരളത്തിൽ ഭരണമാറ്റം അനിവാര്യമാണെന്നും ഭരണം മാറി മാറി വന്നില്ലെങ്കിൽ ബംഗാളിലെ സ്ഥിതി ആവർത്തിക്കുമെന്നുമായിരുന്നു K. സച്ചിദാനന്ദൻ മുന്നറിയിപ്പ് നൽകിയത്. അധികാരത്തിന് വേണ്ടി ഇടതുപക്ഷം ഏത് പിശാചിനെയും കൂട്ടുപിടിക്കുമെന്നായിരുന്നു സാറാ ജോസഫിന്റെ വിമർശനം. ഈ പ്രസ്താവനകളെ CPM സംസ്ഥാന നേതൃത്വം തള്ളിക്കളഞ്ഞപ്പോൾ പ്രതിപക്ഷം സ്വാഗതം ചെയ്തു. ഭരണത്തിലെ തെറ്റുകൾ തിരുത്താൻ അവസരം ലഭിക്കണമെങ്കിൽ നിലവിലുള്ള ഭരണപക്ഷം പ്രതിപക്ഷത്തിരിക്കണമെന്നായിരുന്നു സച്ചിദാനന്ദൻ വ്യക്തമാക്കിയത്. 10 വർഷം കോൺഗ്രസ് ഭരിച്ചാലും തന്റെ നിലപാട് ഇതുതന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു. പലപ്പോഴും പാർട്ടി പോലും ആഗ്രഹിക്കാത്ത തരം ആളുകളും അവസരവാദികളും ഭരണ സംവിധാനത്തിലേക്ക് കടന്നുവരാനും സ്വന്തം ആവശ്യങ്ങൾക്കായി പാർട്ടിയെ ഉപയോഗിക്കാനും സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇത്തരം ഒരു തകർച്ച ഇടതുപക്ഷത്തിന് ഉണ്ടാകാതിരിക്കണമെങ്കിൽ പ്രതിപക്ഷത്തിൽ നിന്നുള്ള സജീവമായ പ്രവർത്തനം ആവശ്യമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കമ്മ്യൂണിസ്റ്റുകൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കൊപ്പം നിൽക്കുകയും ഭൂരിപക്ഷ സമുദായത്തെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നുവെന്നും സച്ചിദാനന്ദൻ കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് ഭരണമാറ്റം അനിവാര്യമാണെന്ന് ഊന്നിപ്പറഞ്ഞ സാറാ ജോസഫ് അധികാരത്തിന് വേണ്ടി ഇടതുപക്ഷം ആരുമായി സഖ്യമുണ്ടാക്കുമെന്നും കുറ്റപ്പെടുത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ചയ്ക്ക് കാരണം പാർട്ടിയിലെ ഏകാധിപത്യമാണെന്നും അവർ അഭിപ്രായപ്പെട്ടു. പിണറായി 3.0 എന്ന ബ്രാൻഡിംഗ് ദോഷകരമാകുമെന്നും കേന്ദ്രത്തിലെയും സംസ്ഥാനത്തെയും അവസ്ഥ ഇത് ഒന്നുതന്നെയാണെന്നും അവർ വിമർശിച്ചു. K. സച്ചിദാനന്ദന്റെ വിമർശനങ്ങളോട് പ്രതികരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്ത് വന്നിരുന്നു. CPMകാർ എപ്പോഴും തെറ്റുകൾ തിരുത്തുന്നവരാണെന്നും സച്ചിദാനന്ദന്റെ പ്രസ്താവന അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ആശയമാണെന്നും ഇത് ഇടത് സർക്കാർ അധികാരത്തിൽ വരേണ്ട എന്നതിന്റെ അർത്ഥമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. KK ശൈലജയും സച്ചിദാനന്ദന്റെ വിമർശനങ്ങളെ തള്ളിക്കളഞ്ഞു. സച്ചിദാനന്ദൻ പാർട്ടി പ്രവർത്തകനല്ലെന്നും ഇടതുപക്ഷ ആശയങ്ങളുള്ള വ്യക്തിയാണെന്നും അദ്ദേഹത്തിന്റെ അഭിപ്രായം കേരളത്തിലെ ജനങ്ങൾക്കില്ലെന്നുമായിരുന്നു ശൈലജയുടെ നിലപാട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സച്ചിദാനന്ദന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്തു. ഇത് കോൺഗ്രസിന്റെ നിലപാടിന് അടിവരയിടുന്നതാണെന്നും ഇടതു സഹയാത്രികർക്ക് പോലും അവരെ ആവശ്യമില്ലാത്ത സ്ഥിതിയാണെന്നും സതീശൻ പറഞ്ഞു. സച്ചിദാനന്ദന്റെ അഭിപ്രായം കേരളത്തിലെ ജനങ്ങളുടെ പൊതുവികാരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഇരുവർക്കുമെതിരെ രംഗത്തെത്തുകയായിരുന്നു പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റും എഴുത്തുകാരനുമായ അശോകൻ ചരുവിൽ. CPMനെയും കോൺഗ്രസിനെയും ഒന്നിച്ച് രക്ഷിക്കാൻ ഇത്തവണ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തി UDFനെ അധികാരത്തിൽ കൊണ്ടുവരണമെന്ന MN കാരശ്ശേരിയുടെ വാദമാണ് ഇവർ പിന്തുടരുന്നതെന്ന് അശോകൻ ചരുവിൽ പറഞ്ഞു. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെ: തോൽപ്പിച്ചും തകർത്തും ഇടതുപക്ഷത്തെ സഹായിക്കാൻ ശ്രമിക്കുന്നവർ. CPMനെയും കോൺഗ്രസിനെയും ഒന്നിച്ച് രക്ഷിക്കാൻ ഇത്തവണ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തി UDFനെ അധികാരത്തിൽ കൊണ്ടുവരണമെന്ന വാദഗതി ആദ്യം മുന്നോട്ട് വെച്ച പണ്ഡിതൻ ശ്രീ MN കാരശ്ശേരിയാണ്. തുടർച്ചയായ അധികാരം കൊണ്ട് CPM തകരും എന്നാണ് അദ്ദേഹത്തിന്റെ ഭയം. UDFനെ അധികാരത്തിൽ കൊണ്ടുവരേണ്ടതിന്റെ കാരണമായി അദ്ദേഹം പറയുന്നത് ഇത്തവണയും ഭരണം ലഭിച്ചില്ലെങ്കിൽ കോൺഗ്രസുകാർ ഒന്നാകെ BJPയിൽ ചേരും എന്നുള്ളതാണ്. ഓർക്കേണ്ട ഒരു സംഗതി, കാരശ്ശേരി മാഷ് ഈ വാദം 2021 ഉന്നയിച്ചിരുന്നു എന്നതാണ്. എന്നാൽ വോട്ടർമാർ CPMനോട് അദ്ദേഹത്തിനുള്ള അത്ര സ്നേഹം പ്രകടിപ്പിച്ചില്ല. ആ പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവന്ന് നശിപ്പിക്കാനും അങ്ങനെ നാടിനെ രക്ഷിക്കാനുമാണ് അവർ തീരുമാനിച്ചത്. ഇപ്പോൾ പ്രിയപ്പെട്ടവരായ സച്ചിദാനന്ദൻ മാഷും സാറാ ടീച്ചറും കാരശ്ശേരി മാഷെ പിന്തുടർന്നിരിക്കുന്നു. സച്ചി മാഷിന്റെ വാദം ഏറെ കൗതുകമായി തോന്നി. പ്രതിപക്ഷമാണ് ജനാധിപത്യത്തിൽ പ്രധാനം. അവിടുത്തെ ശൂന്യത നികത്താൻ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരായ ഇടതുപക്ഷം അങ്ങോട്ട് മാറിയിരിക്കണം. ചില ഘട്ടങ്ങളിൽ രക്ഷിക്കാനും ചില ഘട്ടങ്ങളിൽ നശിപ്പിക്കാനും വേണ്ടി ഇടതുപക്ഷത്തെ, പ്രത്യേകിച്ചും അതിനകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ വിമർശിച്ച ചരിത്രമാണ് ഈ വലിയ എഴുത്തുകാർക്കുള്ളത്. കാരശ്ശേരി മാഷും സാറാ ടീച്ചറും തൊപ്പി വെച്ചിട്ടാണ് രംഗത്തിറങ്ങിയതെങ്കിൽ അതിന് മുൻപേ തന്നെ തോക്ക് പിടിച്ചിറങ്ങിയ ചരിത്രമാണ് സച്ചി മാഷക്കുള്ളത്. എന്നാൽ ഇങ്ങനെ വിമർശിക്കുന്ന ഇവർ ഇടതുപക്ഷത്തിന് അന്യരാണോ? ഒരിക്കലുമല്ല. 2 കാരണങ്ങളാണ് അതിനുള്ളത്. ഒന്നാമത്തേത്, ഇവർ പ്രതിഭാശാലികളായ എഴുത്തുകാർ ആണെന്നത് തന്നെ. രണ്ടാമത്തേത്, ഇടതുപക്ഷത്തെ വിമർശിക്കുന്ന മറ്റു ചില സാഹിത്യ നായകന്മാരെ പോലെ ഇവർ രാഷ്ട്രീയ ഹിന്ദുത്വ പക്ഷത്തോട് അനുഭാവം പുലർത്തുന്നില്ല. സംഘപരിവാർ ഭീകരതയെ എതിർക്കാനും തള്ളിപ്പറയാനും ഇടതുപക്ഷത്തിനൊപ്പം തയ്യാറാകുന്നു. ഇത് ഇക്കാലത്ത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. രാജ്യത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ഹിന്ദു മതരാഷ്ട്രവാദത്തെയും തങ്ങളുടെ ആവശ്യത്തിനു വേണ്ടി അവർ പോഷിപ്പിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഇതര മത തീവ്രവാദങ്ങളെയും തള്ളിപ്പറയാൻ തയ്യാറാകുന്നവർക്ക് അവർ സാംസ്കാരിക നായകരായാലും മത സാമുദായിക നേതാക്കളായാലും വലിയ പ്രസക്തിയാണ് ഇന്നുള്ളത്. ഈ നായകരുടെ ഉള്ളിലെ കമ്മ്യൂണിസ്റ്റ് വിരോധം, സ്ത്രീ വിരുദ്ധത,
പ്രാമാണിത്വം, പ്രൊഫഷണലിസത്തിന്റെ ഭാഗമായ നിഷ്പക്ഷത, നാട്യം തുടങ്ങിയ വിഷയങ്ങൾ ഈ സന്ദർഭത്തിൽ അത്ര പ്രസക്തമായി ഇടതുപക്ഷത്തിന് കാണാനാവില്ല. കേരളത്തിൽ നടന്ന സാമൂഹ്യ പരിവർത്തന പ്രക്രിയയിൽ പ്രിവിലേജ് നഷ്ടപ്പെട്ടതിന്റെ ഗൃഹാതുര സങ്കടത്തിൽ അഭിരമിക്കുന്ന നിരവധി പേർ സാംസ്കാരിക രംഗത്തുണ്ട്. അവരിൽ പലരും അതിന്റെ പക ഇടതുപക്ഷത്തോടാണ് പുലർത്തി കാണിക്കുന്നത്. എന്നാൽ സംഘപരിവാറിനെതിരെ നിലപാടെടുക്കുന്ന പക്ഷം അവരെ അകറ്റി നിർത്താൻ ഇടതുപക്ഷത്തിനാവില്ല. ഇടതുപക്ഷത്തെ നിരന്തരം വിമർശിക്കുന്ന സാംസ്കാരിക നായകർക്ക് എന്തുകൊണ്ട് പുരസ്കാരം നൽകുന്നു, എന്തിന് അവർക്ക് അക്കാദമി സ്ഥാനങ്ങൾ നൽകുന്നു എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനം എഴുത്തുകാരെ ആദരിക്കുന്നത് അവരുടെ പ്രത്യക്ഷ രാഷ്ട്രീയ അഭിപ്രായങ്ങളെ മുൻനിർത്തിയല്ല, സർഗാത്മക സംഭാവനകളിലൂടെ അവർ മുന്നോട്ട് വെക്കുന്ന മാനവികതയെ പരിഗണിച്ചാണ്. പ്രത്യക്ഷമായ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പല സാഹചര്യങ്ങളിൽ ഉണ്ടാവുന്നതാണ്. ഓരോരുത്തരുടെയും വ്യക്തിപരമായ അനുഭവങ്ങൾ, വർഗവംശ പാരമ്പര്യങ്ങൾ, പ്രകോപനങ്ങൾ, പ്രൊഫഷണലിസത്തിന്റെ ഭാഗമായ നിഷ്പക്ഷ നാട്യം എന്നിവയൊക്കെ അതിന് കാരണമാകാം. അവയല്ല കൃതികളിലൂടെ എഴുത്തുകാർ മുന്നോട്ട് വെക്കുന്ന മാനവികതയാണ് പ്രധാനമെന്ന് ഇടതുപക്ഷ സാംസ്കാരിക പ്രസ്ഥാനമായ പുരോഗമന കലാസാഹിത്യ സംഘം പെരുമ്പാവൂരിൽ വെച്ച് 1992 പ്രമേയം പാസാക്കിയിട്ടുള്ളതാണ്. ആദരണീയരായ എഴുത്തുകാരെ അക്കാദമി ഭാരവാഹികളായി നിയോഗിക്കുമ്പോഴും അവർക്ക് ബഹുമതികൾ നൽകുമ്പോഴും അവരുടെ വാ മൂടിക്കെട്ടും വിധമുള്ള ഒരു നീക്കവും ഇടതുപക്ഷം നടത്തുക പതിവില്ല. രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ സംവാദാത്മകമായി അതിന് കൃത്യമായ മറുപടി പറയുമെന്ന് മാത്രം. ഇത് ഒരു ഇടതുപക്ഷ സാംസ്കാരിക നയമാണ്. എന്നാൽ ഈ നയമല്ല UDF ഉള്ളതെന്ന് അവർ തെളിയിച്ചിട്ടുണ്ട്. അഴിമതിയെ വിമർശിച്ച അക്കാദമി വൈസ് പ്രസിഡന്റ് ബാലചന്ദ്രൻ വടക്കേടത്തിനെ കഴിഞ്ഞ UDF സർക്കാർ അച്ചടക്ക നടപടിയെടുത്ത് പുറത്താക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം അക്കാദമിക്ക് മുന്നിൽ അന്ന് സത്യാഗ്രഹം നടത്തി. 1984 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ വക്കം പുരുഷോത്തമനും സുശീല ഗോപാലനുമാണ് മത്സരിച്ചത്. വ്യക്തിബന്ധത്തിന്റെ പേരിൽ അന്ന് തകഴി ശിവശങ്കരപിള്ള വക്കത്തിന് വേണ്ടി സംസാരിച്ചു. അന്ന് PG പറഞ്ഞ വാക്കുകളാണ് ഓർമ്മയിൽ വരുന്നത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ തകഴിയുടെ ഭരണവർഗ നിലപാടിനെ ഞങ്ങൾ ശക്തമായി എതിർക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ കൃതികളുടെ മഹത്വം ഞങ്ങൾ ഉദ്ഘോഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാണ് അദ്ദേഹം തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്.